ഹലോ ഡിയേഴ്സ്, അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് ഗുജറാത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വാവേ? പച്ചക്കറി അല്ല, ചെമ്മീൻ ബിരിയാണി. പറയൂ. ഒരു പച്ചക്കറി അല്ല, ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഗുജറാത്തിലെ ചെമ്മീൻ ബിരിയാണി എങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ? അപ്പൊ പറഞ്ഞോളൂ, റെഡി നമ്മൾ ഗുജറാത്തിൽ നിന്ന് ചെമ്മീൻ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പം എന്താ കുറച്ച് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ചെമ്മീനൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചെമ്മീൻ ഒരു നാരില്ലേ, ഞാനാണെങ്കിൽ ഇങ്ങനെ ഈ ചെമ്മീനൊന്നും ക്ലീൻ ചെയ്യാൻ അത്ര എക്സ്പെർട്ട് അല്ലേ. അപ്പൊ ഈ നാരെടുക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ഒരു വിധത്തിൽ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പം നമുക്കിനി ബാക്കി പരിപാടിയിലേക്ക് കിടക്കില്ലേ? കഴുകി വെച്ച ഈ ഒരു ചെമ്മീനിലോട്ട് ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ചിതാ മുളക് പൊടി ഇട്ടുണ്ട് കേട്ടോ. കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇടാവേ. നമ്മളിതിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ കഴുകി വെച്ച നമ്മുടെ ചെമ്മീന് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെമ്മീന്. അപ്പൊ നമ്മുടെ ചെമ്മീൻ ഇതാ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള്. അതായത് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെന്താ മുളക് പൊടി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതാ ഇനി ഒരു 10-20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നാലേ ഉള്ളൂ ആ ചെമ്മീനിൽ ഈ ഒരു മസാല പിടിക്കുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം കേട്ടോ. അയ്യേ വായ കഴുകണേ. അപ്പൊ എന്നാല് ചെയ്തിട്ട് വരാം കേട്ടോ. എന്താടാ പരിപാടി? ഞാനില്ലേ ഈ വീഡിയോ ഓഫാക്കാൻ മറന്നപ്പോ ഇതാണ് ഇയാളുടെ പരിപാടി. ഇവിടെ അഭിനയത്തിലാ അല്ലേ? പുഷ്പ എങ്ങനെ കാണിക്ക? പുഷ്പ 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 പുഷ്പരാജ്. പാനിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നല്ല തണുപ്പായോണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ഭയങ്കര കട്ടയായി കിടക്കുക കേട്ടോ. ഞാൻ എങ്ങനെയോ ആണ് ഉരുക്കിയെടുത്തത്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ വീഴുമെന്നുള്ളത് ഓക്കെ. വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. അപ്പൊ നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കേണ്ടത്. ചെമ്മീൻ ഇതിലേക്ക് ഇടാം കേട്ടോ. മിക്സ് ചെയ്ത് വെച്ചിട്ട് എന്താണ്? ആവട്ടെ, അത് ആവട്ടെ. മീനാവട്ടെ തെക്കൂ, മീനാവട്ടെ. ഇതായിട്ടില്ല, ഇതാവുകയല്ലേ, കുക്കാവട്ടെ കേട്ടോ. ഓക്കെ, തര വെയിറ്റ് ചെയ്താവട്ടെ. ഒന്ന് ഫ്രൈ ആയി, 2 ഭാഗം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ എന്താ പറയുക, ചെമ്മീൻ വറുത്ത് കോരി വെച്ച ആ ഒരു എണ്ണ അല്ലേ, ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യത്തിനുള്ള ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് കേട്ടോ. അപ്പം അതും കൂടെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുക്ക്. അപ്പം നമുക്കിനി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് പ്രിപ്പയർ ചെയ്യണ്ടേ. അപ്പം ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ ബിരിയാണിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് എൻ്റെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ ഉണ്ടാക്കാറുള്ളത്. അപ്പം മറ്റേ പോലെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ എന്താ പറയുക സുഖം. റൈസൊക്കെ നല്ല വിട്ട് കിട്ടും കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കുമ്പോഴും മോശമില്ല, എന്നാലും ഞാൻ പറയാം. അപ്പം നിങ്ങളുടെ ഇഷ്ടംമാരെ എന്താ വെച്ചാൽ ചെയ്തോളൂ. അപ്പം ഞാൻ എന്തായാലും കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ സ്പൈസസ്, അതായത് പട്ട ഗ്രാമ്പു അങ്ങനത്തെ സംഭവങ്ങളില്ലേ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് ഒരു
ഉള്ളീൻ്റെ പകുതിയും കൂടെ കട്ട് ചെയ്തതിന് കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. അപ്പം അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ചൂട് വെള്ളം വേണം കേട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ചൂടുവെള്ളം ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് ആ ഒരു വെള്ളമല്ലേ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. അതായത് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തതെങ്കിലും ഒന്ന് നല്ലോണം തിളച്ചിട്ട് വേണം നമുക്ക് റൈസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിത് തക്കാളി വെന്തോന്നൊക്കെ നോക്കുകയാണേ. അപ്പോൾ ഈ സമയത്തിന് മസാലയിൽ ഉപ്പുണ്ടോയെന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ ആഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗരം മസാലയാണേ. അതും ഒരു സ്പൂണേ ഞാൻ ആഡ് ചെയ്തുള്ളൂ. പിന്നെ ഞാനിതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും ഇടുന്നില്ലേ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി എന്താ പറയുക ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണത് വാട്ടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇനി എക്സ്ട്രാ ആയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയോ ഒന്നും ഇട്ടിട്ട് ആർഭാടം കാണിക്കണ്ട കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഉപ്പും ഗരം മസാലയും മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതേ വഴറ്റിയെടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനില്ലേ അതും ഈ ഒരു മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഈ ചെമ്മീൻ ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴണ്ട് വെന്ത് വരണം കേട്ടോ. ശരിക്കും ഇവിടുത്തെ ചെമ്മീൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് കുറവാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. നാട്ടിൽ കിട്ടുന്നത് കുറച്ചും കൂടെ ഫ്രഷ് ആണല്ലോ. എവിടുന്നാണ് വരണേന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ കുക്ക് ചെയ്താലും അതിൻ്റെതായ പോരായ്മ എന്തായാലും ഉണ്ടാവും. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയിലയും വിതറി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പിന്നെ ഇതുണ്ടായിരുന്നില്ല, പുതിനേൻ്റെ ഇല ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. നിങ്ങളുടെ കയ്യിൽ പുതിന ഉണ്ടെങ്കിൽ പുതിനയും കൂടെ കുറച്ച് ആഡ് ചെയ്യുക കേട്ടോ. എല്ലാം കൂടെ എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചെമ്മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം ഇതിൽ തൈര് അങ്ങനെ ചേർക്കരുത് കേട്ടോ. തൈരിന് പകരം നമ്മൾ നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് നാരങ്ങയുടെ നീരും ഓവറാവാൻ പാടില്ല കേട്ടോ. നാരങ്ങ നീര് ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര പുളിയായി പോകും, അത് ശ്രദ്ധിക്കണേ. പിന്നെ അത് നാരങ്ങ നീരും ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ മസാലയിൽ കിടന്നിട്ട് നമ്മുടെ ആ ചെമ്മീൻ, അതായത് വറുത്ത് വെച്ച ആ ചെമ്മീൻ ഒന്നും കൂടി ഒന്ന് കുക്കാണ്. നമ്മളിപ്പം ചെമ്മീൻ മുഴുവനായിട്ട് നല്ലോണം പോലെ കുക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഒന്നും കൂടെ കിടന്നിട്ട് അതൊന്ന് കുക്കാവണം. അപ്പോൾ കുറച്ച് മാത്രം ചൂടുവെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മസാലയിൽ കുറച്ചൊരു ഗ്രേവി പരുവത്തിൽ വെച്ചാൽ ഭയങ്കര ഗ്രേവി ആയിട്ടല്ല ഞാൻ പറയുന്നത്, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ഗ്രേവി പരുവാക്കി എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വാമിക്കുട്ടിക്ക് ബിരിയാണിയുടെ മണം കേട്ടിട്ട് സഹിക്കാൻ വയ്യായിട്ട് ഓടി വന്നതാണ് കേട്ടോ. അമ്മ എപ്പോഴാവുക എന്നൊക്കെ ചോദിച്ചിട്ടെ. പിന്നെ അതേ അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ അരി ഇട്ടിട്ട് കുക്കർ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മസാല ഏകദേശം ഇങ്ങനെ പ്രിപ്പയറായി വരുന്നുണ്ട്. അപ്പോൾ ഒരടുപ്പിലാണെങ്കിൽ മസാല, ഒരടുപ്പിൽ കുക്കറിൽ റൈസ്, അങ്ങനെ മാറിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ പിന്നെ ഉള്ളിയും നന്നായിട്ട് ഇങ്ങനെ നമ്മൾ മൂപ്പിച്ചെടുക്കൂലേ എണ്ണയിൽ, ലാസ്റ്റ് ഒന്ന് വെതറി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇങ്ങനെ ഡീപ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്നിട്ടുണ്ട്. വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വയ്യ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കാത്തിക്കണം കേട്ടോ. ആ ഒരു ഇതെല്ലാം പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മസാലയും റെഡിയായി. ഇനി ജസ്റ്റ് ദമ്മിടുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഒതൻറ്റിക് ആയിട്ടുള്ള ദമ്മിടലൊന്നുമല്ല, എനിക്ക് പറ്റുന്ന പോലത്തെ ഒരു ദമ്മിടലാണ്. നിങ്ങൾക്ക് അറിയാലോ, ഞാനിവിടെ ഗുജറാത്തിലാണ് ഉള്ളത്. അപ്പം ഉള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് വലിയ പാത്രങ്ങളുടെ ആവശ്യമില്ല. കാരണം ഞാനും ഏട്ടനും മാമിക്കുട്ടിയും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയിലുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുക്കർ ഉണ്ടാക്കിയപ്പം കുറച്ച് വെള്ളം കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ലേശം ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ റൈസ്. അപ്പം നിങ്ങളിപ്പോൾ കൈമ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വെള്ളം എടുക്കേണ്ടതെന്നുള്ള അളവും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് കൈമയുടെ റൈസാണ് എടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിക്കേണ്ടത്. അതും ചൂടുവെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ 1 കൈമ റൈസ് നല്ലോണം കഴുകിയിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വറുത്തിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ട് വിട്ട് കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. അതേപോലെ റൈസ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് നാരങ്ങ നീരും വേണമെങ്കിൽ നിങ്ങൾ ഗീ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനിതാ നമ്മുടെ ഉള്ളിയൊക്കെ ഡീപ് ഫ്രൈ ചെയ്തതും എല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ മല്ലിയില ആഡ് ചെയ്തു. എൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു കാഷ്യൂ ഉണ്ടായിരുന്നില്ല എന്ന്, അതുകൊണ്ട് കാഷ്യൂ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ചെമ്മീൻ ബിരിയാണിയിൽ കാഷ്യൂവിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു വിധത്തിലൊക്കെ ഇങ്ങനെ ദം ചെയ്തിട്ട് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ മല്ലിയില ആഡ് ചെയ്തില്ലല്ലോ എന്ന്. അപ്പം ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിലൊക്കെ എന്താ പറയുക നമ്മുടെ ദമ്മിടലൊക്കെ കഴിഞ്ഞു അല്ലേ വാവേ? ദമ്മ് കണ്ടോ? അമ്മ ഉണ്ടാക്കിയ ദമ്മ്
രസമുണ്ടോ? നമ്മുടെ വാമ്പിക്കുട്ടീൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ബിരിയാണി. എപ്പോഴും എന്താ വേണ്ടേ കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ ആൾ അത്രയും ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വാമ്പിക്കുട്ടിക്ക് എന്നെ കൊടുത്തിട്ട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് അമ്മ ഉണ്ടാക്കിയ ബിരിയാണി എന്നുള്ളത് കേട്ടോ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറായിണ്ടോ? കഴിച്ചോ? കഴിക്ക്. അപ്പോൾ ഇതാ നമ്മുടെ വാമിക്കുട്ടി ഇതേ നമ്മുടെ ബിരിയാണി ആസ്വദിച്ച് കഴിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ വാമിക്കുട്ടിക്കും കൂടെ കഴിക്കേണ്ടതുകൊണ്ട് ഓവർ എരിവൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പരുവത്തിലാണ് ഞാൻ ഈ ഒരു ബിരിയാണി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാൻ മറക്കണ്ട. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.